അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷയ്ക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണല്ലോ നമുക്ക് മുന്നിലുള്ളത്. ഇൻഷാ അല്ലാഹ് 2018 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പൊതുപരീക്ഷ തജ്വീദും ലിസാനും ഒരു പേപ്പറിലാകുന്നു. 100 മാർക്കിനാണ് പരീക്ഷ. നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുന്ന രീതി, ആദ്യം നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് എങ്ങനെയാണോ ചോദ്യപേപ്പർ വായിച്ചു കേൾപ്പിക്കുക, അതുപോലെ നിങ്ങൾക്ക് വായിച്ചു തരും. ആ സമയത്ത് നിങ്ങളതിൻ്റെ ഉത്തരം എഴുതുക. ശേഷം അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ പറയും. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചോദ്യം 1 ചേർത്ത് എഴുതാം. ബ്രാക്കറ്റിൽ അതിൻ്റെ ഉത്തരങ്ങളുണ്ട്. ഉത്തരങ്ങൾ: സുജൂദ് തിലാവ, ജംഉൽ ഖുർആൻ, സിഫത്തുകൾ, വഖഫുൽ ഖുർആൻ, ഹദീസ്. ഇനി ചോദ്യം വായിക്കുകയാണ്. ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ വരും. 2 5-ൽ കുറവുള്ളതോ 7-ൽ കൂടുതലുള്ളതോ ഇല്ല. 3 കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിന് പറയും. 4 സജദയുടെ ആയത്ത് ഓതുന്നവർക്ക് സുന്നത്താണ്. 5 ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതിന് പറയും. ഇതിൻ്റെ എല്ലാം ഉത്തരം ബ്രാക്കറ്റിലുണ്ട്. അവസാനം ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുക. ചോദ്യം 2 ശരി അടയാളപ്പെടുത്തുക. ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് ഉന്നത്ത്, ഇഷ്മാമ്, ഇമാലത്ത്. ഏതാണ് ശരി? അതിന് ടിക്ക് ചെയ്യുക. ബിസ്മില്ലാഹി മജിരേഹ എന്നോതൂലേ? മജിറാഹ എന്നല്ലല്ലോ ഓത്, മജിരേഹ എന്നോതൂലേ? അങ്ങനെ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുന്നതിന് പറയുന്ന പേര്. 2 പ്രസിദ്ധരായ കാരിഉകൾ എത്രയാണ് എന്ന് ടിക്ക് ചെയ്യുക. 7, 10, 14. അതിൽ ശരി ഏതാണ്? അതിനെ നേരെ ടിക്ക് ചെയ്യുക. ഉത്തരം അവസാനം ഞാൻ പറഞ്ഞുതരാം. 3 ഖുർആൻ പല കോപ്പികളായി പകർത്തി എഴുതിച്ചു. ആരാണ് എഴുതിച്ചത്? ഓപ്ഷനിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹഫ്സ് റളിയല്ലാഹു അൻഹു. ഏതാണ് ശരി? അതിന് നേരെ ടിക്ക് ചെയ്യുക. 4 നിസ്കാരത്തിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്താൽ കറാഹത്ത്, സുന്നത്ത്, ബാത്തിലാകും. നിസ്കാരത്തിൽ സജദയുടെ സുജൂദല്ല കേട്ടോ, ശുക്റിൻ്റെ സുജൂദ് ചെയ്താൽ. 5 വഖഫാണ് നല്ലത് എന്നതിൻ്റെ അടയാളം മീമ്, ത്വ, സില. ഏതാണ് ശരി? അതിനെ നേരെ ടിക്ക് ചെയ്യാം. 3 ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് പൂരിപ്പിച്ച് എഴുതാം. 6 മാർക്കിനാണ് ചോദ്യം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് നിങ്ങൾ എടുത്താണ്ട് പൂരിപ്പിച്ചാൽ മതി. ശരിയായാൽ 6 മാർക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അൽ മാഹിറു ഡാഷ് അൽ ഖുർആൻ ഡാഷ് അസ്സഫറ ഡാഷ് അൽ ബററ. ആദ്യ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണല്ലേ. 2 സുബ്ഹാനല്ലാ ഡാഷ് അല്ലാ ഡാഷ് ഇലാഹ ഇല്ല ഡാഷ് വല്ലാഹു അക്ബർ. ഉത്തരം താഴത്ത് ബ്രാക്കറ്റിലുണ്ട്. വല, അല്ലാഹു, വൽഹംദു. അവിടെ നിന്നും എടുത്തിട്ട് ആ വിട്ട ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. അവസാനമായിട്ടുള്ളത് അല്ലാഹുമ്മ നവ്വിർ ബി കിതാബിക ഡാഷ് വ അത്ലിഖ് ബിഹി ഡാഷ് വശ്രിഹ് ബിഹി ഡാഷ് വസ്തഅമിൽ ബിഹി ജസദി. ഇതിൻ്റെ ഉത്തരവും അവിടെ ബ്രാക്കറ്റിലുണ്ട്. സദിരി, ബസ്വരി, ലിസാനി. ഇത് ഖുർആൻ പഠിച്ചത് മറന്നു പോകാതിരിക്കാനുള്ള ദുആയാണ്. അത് പഠിച്ചവർക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും. എന്ത് ചെയ്യുക? ആ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ എഴുതുക. 4ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരാണ്? അവിടെ 3ാമത്തെ കള്ളിയിലുണ്ട്, എടുത്ത് എഴുതട്ടോ. സക്ത, ഹംസത്തുൽ ഖത്അ, സെയ്ദ് ഇബ്നു സാബിത്ത്. അതിലാരാണ്
നബിയുടെ പ്രധാന എഴുത്തുകാരൻ എന്നുള്ളത് എഴുതുക. 2 വഖീല മൻ റാഖ് എന്നതിൽ സക്ത ഹംസത്തുൽ ഖത്ത് സൈദ് ഇബ്നു സാബിത്ത് ഏതാണ് ശരിയായ ഉത്തരം? അവിടെ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ മൂന്നാമത്തെ കോളത്തിൽ നിന്നും എടുത്ത് എഴുതുക. ഇയ്യാക നഅ്ബുദു എന്നതിൽ ഹംസ ഏതാണ് ഹംസ എന്നുള്ളത് അവിടെ എഴുതുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 5 അതിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 5 നുമയ്യിസുൽ മാലി വൽ മുലാരിയ മിനൽ അഫ്ആലിൽ ആത്തിയ. താഴെ തന്നിട്ടുള്ള മാലിയും മുലാരിയും വേർതിരിച്ച് എഴുതാം. മാലി സഹബ അല്ല, ബ്രാക്കറ്റിൽ നോക്കാട്ടോ. ബ്രാക്കറ്റിൽ യജ്ലിസു സഹബ നജഹ യക്തുബു യൻസുറു ഷരിബ. അതിൽ മാലിയും മുലാരിയും കൂടിക്കലർത്തിയ കൊടുത്ത് അതിൽ നിന്നും മാലിയുടെ കള്ളിയിലും മുലാരിയുടെ കള്ളിയിലും എഴുതുക. മാലി എന്ന് പറഞ്ഞാൽ ഇരുന്നു, ഏതോ കാലത്തിൽ ഇരുന്നു, അതിനാണ് മാലി എന്ന് പറയുന്നത്. മുലാരി എന്ന് പറഞ്ഞാൽ ഇരിക്കും, ഇരുന്നിട്ടില്ല, ഇനി ഇരിക്കും, അതിനാണ് മുലാരി എന്ന് പറയുന്നത്. 6 നക്തുബുൽ മുസന്ന വൽ ജംഅ. മുസന്നയും ജംഉം എഴുതുക. മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം, ജംഅ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഏകവചനമാണ്. ഏകവചനം തന്നിട്ടുണ്ട്, ഇനി അതിൻ്റെ ദ്വിവചനവും ബഹുവചനവും എഴുതുക. അക്കല എന്നുള്ളത് ഏകവചനമാണ്, അതിൻ്റെ ദ്വിവചനവും ബഹുവചനവും എഴുതണം. അക്കല ഒരാൾ ഭക്ഷിച്ചു, ഒരു പുരുഷൻ ഭക്ഷിച്ചു. രണ്ടാമത്തെ മുസന്നൻ്റെ കള്ളിയിൽ 2 ആൾ ഭക്ഷിച്ചു എന്ന് എഴുതണം അറബിയിൽ. ജംഇൻ്റെ കോലത്തിൽ ഒരുപാട് പേർ ഭക്ഷിച്ചു എന്ന് എഴുതണം അറബിയിൽ. റജ എന്ന് പറഞ്ഞാൽ മടങ്ങി, അതിൻ്റെയും മുസന്നയും ജംഉം എഴുതുക. 7 റത്തിബിൽ കലിമാത്ത്. കലിമത്തുകൾ, ഈ വേർഡ്സുകൾ നിങ്ങൾ ഓർഡറിൽ ആക്കുക. ഇതിപ്പോൾ ഡിസോർഡർ ആയിട്ടുള്ളത്. സുബ്ഹ് സൊല്ലൈന ജമാഅത്തൻ സ്വലാത്തൻ ഓർഡറിലാക്കി എഴുതുക. 2 മുഖദ്ദിമൻ ഫിൽ ഖലാഇ റിജ്ലഹു ദഖല അൽ യുസ്ര ജാബിറുൻ. ഇതും ഓർഡറിലാക്കിയിട്ട് എഴുതുക. 8ാമത്തെ ക്വസ്റ്റ്യൻ നംലവുൽ ഫറാ ബിൽ മുനാസിബ്. ബ്രാക്കറ്റിൽ നിന്നും എടുത്തിയതാണ് ഇതും. ഡാഷ് അൽ അബു ഇലൽ മസ്ജിദ് ബ്രാക്കറ്റിലുണ്ട് ഉത്തരം. അതെന്ത് ചെയ്യുക, അവിടെ എടുത്ത് എഴുതുക. ഡാഷ് അൽ ഉസ്താസു അൽ ഖുർആന. മുഹമ്മദു ബഷീറുൻ ഡാഷ് അൽ അസ്നാന. അത്വാലിബാനി ഡാഷ് അദ്ദർസ. അൽ ബനാത്തു ഡാഷ് അൽ ഹലീബ. 9 നുജീബ് ഉത്തരം എഴുതുക. 9ൽ 1 ഇല ഐന ഹാജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയത്? 9ൽ 2 കം സനത്തൻ ആശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന. എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചത്? എത്ര വർഷമാണെന്നുള്ളത് അവിടെ എഴുതുക. 3 അയുൽ ജമാഅത്തി അഫ്ളൽ. ഏത് ജമാഅത്ത് നിസ്കാരമാകുന്നു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമ്മൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എഴുതിയതും എത്ര എണ്ണം ശരിയായി എന്ന് നോക്കുക, എന്നിട്ട് മാർക്ക് കൂട്ടി നോക്കുക കേട്ടോ. 1ൽ 1 ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ വരും ഖുർആൻ. 1ൽ 2 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല സിഫത്തുകൾ. 1ൽ 3 കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിന് പറയും വഖഫുൽ ഖുർആൻ എന്ന് പറയാം. 4 സജദയുടെ ആയത്ത് ഓതുന്നവർക്ക് സുന്നത്താണ് സുജൂദ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ. 5 ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം പറയും
ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതിന് പറയും എന്ത്? ജംഉൽ ഖുർആൻ. 2 ശരിക്ക് നേരെ ശരി അടയാളപ്പെടുത്തുക. ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് ഇമാലത്ത്. ഇഷ്മാം എന്ന് പറഞ്ഞാൽ ചുണ്ട് കൂട്ടി ഉച്ചരിക്കുന്നതിനാണ് ഇഷ്മാം എന്ന് പറയുന്നത്. 2 പ്രസിദ്ധരായ ഖാരിഉകൾ 10 പേരാണ്. 3 ഖുർആൻ പല കോപ്പികളായി പകർത്തി എഴുതിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നിസ്കാരത്തിൽ ശുക്രിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. എങ്കിൽ സജദയുടെ സുജൂദ് ചെയ്തെങ്കിൽ അത് സുന്നത്താണ്. 5 വഖഫാണ് നല്ലത്. എന്തിൻ്റെ അടയാളം? ത്വ കണ്ടാൽ ഖുർആൻ ഓതുമ്പോൾ ആയത്തിൻ്റെ മേലെ ചെറുതായിട്ട് ത്വ എന്ന അക്ഷരം കണ്ടാൽ വഖഫാണ് നല്ലത്. ബ്രാക്കറ്റിലൊന്നും ശരിയായത് പൂരിപ്പിച്ച് എഴുതാം. അൽ മാഹിറു ഡാഷ് അൽ ഖുർആനി ഡാഷ് അസ്സഫറത്തി ഡാഷ് അൽ ബററ. അതിൻ്റെ ഉത്തരം താഴെ ബ്രാക്കറ്റിൽ തന്നെയുണ്ട്. മഅ ഫി അൽ കിറാമി. അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. 3-2 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 3-3 അല്ലാഹുമ്മ നവ്വിർ ബി കിതാബിക ബസ്വരി വാത്ലിഖ് ബിഹി ലിസാനി വഷ്റഹ് ബിഹി സദ്രി വസ്താമിൽ ബിഹി ജസദി. ഇത് ഹിഫ്ള് മറക്കാതിരിക്കാനുള്ള ദുആയാണ്. യോജിപ്പിക്കാം. 4-1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? സെയ്ദ് ബിൻ സാബിത്ത്. വക്കീല മൻ റാഖ് എന്നതിൽ സക്ത. ഇയ്യാക നഅ്ബുദു എന്നതിൽ ഹംസത്തുൽ ഖത്അ. നുമൈസുൽ മാളി വൽ മുലാരി മിനൽ അഫ്ആലിൽ ആത്തിയ. താഴെ തന്നിട്ടുള്ളതിൽ മാളിയും മുലാരിയും വേർതിരിച്ച് എഴുതാണ്. മാളി സഹബ നജഹ ഷരിബ. അതായത് അവസാനം ഫത്തഹ് ഉള്ളതെല്ലാം മാളിയാണ്. മാളി ഫത്തഹിൻ്റെ മേൽ മബിനിയായിരിക്കും. അവസാനം ഫത്തഹ് ഉള്ളതെല്ലാം മാളി. സഹബ നജഹ ഷരിബ. മുലാരി അവസാനം ലമ്മുള്ളത് കേട്ടോ. യജ്ലിസു യക്തുബു യൻസുറു. 6 നക്തുബുൽ മുസന്ന വൽ ജംഅ. മുസന്നയും ജംഉം എഴുതാനാണ് പറഞ്ഞത്. മുസന്ന പറഞ്ഞാൽ ദ്വിവചനം, ജംഅ എന്ന് പറഞ്ഞാൽ ബഹുവചനം. അക്കല അക്കല അക്കലു. അക്കല ഒരാൾ ഭക്ഷിച്ചു, അക്കല 2 പേർ ഭക്ഷിച്ചു, അക്കലു ഒരുപാട് പേർ ഭക്ഷിച്ചു. റജ റജ റജൗ. റജ ഒരാൾ മടങ്ങി, റജ 2 പേർ മടങ്ങി, റജൗ ഒരുപാട് പേർ മടങ്ങി. റത്തിബിൽ കലിമാത്ത്. വേർഡ്സ് ഓർഡറിലാക്കുക. ഇത് ഡിസോർഡർ ആയിട്ടുള്ളത്. ഇതിന് ശരിയായത് സല്ലൈന സ്വലാത്ത് സുബ്ഹ് ജമാഅത്തൻ. 1-ൻ്റെത്. 2-ൻ്റെത് ദഖല ഫിൽ ഖലാഇ ജാബിറുൻ മുഖദ്ദിമൻ റിജ്ലഹുൽ യുസ്റ. 8 നംലവുൽ ഫറാ ബിൽ മുനാസിബ്. 8-1 ഡാഷ് അൽ അബു ഇലൽ മസ്ജിദ് എന്നുള്ളത് യസ്ഹബുൽ അബു ഇലൽ മസ്ജിദ് എന്നാണ് കേട്ടോ. 8-2 യഖ്റഉൽ ഉസ്താദു അൽ ഖുർആൻ. യസ്ഹബു എന്ന് പറഞ്ഞാൽ പോകും എന്നാണ്. മുലാരിയാണ് കേട്ടോ. അവസാനം ലമ്മും കണ്ടില്ല. യഖ്റഉ എന്ന് പറഞ്ഞാൽ ഓതും, അതായത് ഓതിയിട്ടില്ല, ഓതും. അതും മുലാരിയാണ്. ഭാവി കാലമാണ് മുലാരി. ഇനി ആ ടെൻസ് കഴിഞ്ഞു പോയതാണെങ്കിൽ അതെന്താണ്? മാളിയാണ്. യഖ്റഉ ഖുർആൻ ഓതുന്ന ഉസ്താദു. 3 മുഹമ്മദും ബഷീറും. 2 പേരില്ല, 2 പേരുണ്ടാകുമ്പം യുനല്ലിഫാനിൽ അസ്നാനാണ് കേട്ടോ. 4 അത്വാലിബാനി. 2 പേരില്ല, അതുകൊണ്ട് തന്നെ യക്തുബാനി ദർസ. 5 അൽ ബനാത്തു ഷരിബിനൽ ഹലീബ. അർത്ഥം പറഞ്ഞുതരാം. 1 യസ്ഹബുൽ അബുൽ മസ്ജിദ്, ഉപ്പ പള്ളിയിലേക്ക് പോകും. 2 യഖ്റഉൽ ഉസ്താദു ഖുർആൻ, ഉസ്താദ് ഖുർആൻ ഓതും. 3 മുഹമ്മദും ബഷീറും യുനല്ലിഫാനിൽ അസ്നാന. മുഹമ്മദും ബഷീറും പല്ലുകൾ വൃത്തിയാക്കും.
4 അത്വാലിബാനി യക്തുബാനി അദർസ 2 വിദ്യാർത്ഥികൾ പാഠം എഴുതും. 5 അൽ ബനാത്തു ഷരിബിനൽ ഹലീബ കുറേ പെൺകുട്ടികൾ പാൽ കുടിക്കും. ഇനി 9 നുജീബ് ആൻസർ ചെയ്യാം. ഇല ഐന ഹാജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എവിടേക്കാണ് ഹിജ്റ പോയത്? മദീനയിലേക്കാണ് കേട്ടോ. മദീന എന്ന് എഴുതുക, അല്ലെങ്കിൽ ഹാജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന എന്ന് എഴുതുക. 2 കം സനത്ത ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന, എത്ര വർഷമാണ് നബി തങ്ങൾ മദീനയിൽ ജീവിച്ചത്? ആഷ എന്ന് പറഞ്ഞാൽ ജീവിച്ചു കേട്ടോ. 10 വർഷമാണ്. അഷറ എന്ന് എഴുതുക, അല്ലെങ്കിൽ ആ കം എന്ന് ഒഴിവാക്കിയിട്ട് ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷറ സിനീൻ ഫിൽ മദീന എന്ന് എഴുതുക. 3 അയ്യു ജമാഅത്ത് അഫ്ളൽ, ഏത് ജമാഅത്താണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? അൽ ജുമുഅ നിസ്കാരമാകുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.